ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 5ാമത് യൂണിറ്റ് ആയ ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോർക്ക് റിക്വയർഡ് ഇൻ ട്വിസ്റ്റിംഗ് ദ സിലിണ്ടർ ഓർ വയർ. ഇതിൻ്റെ ഡെറിവേഷൻ ആണെങ്കിലും ഇതിൻ്റെ ന്യൂമറിക്കൽ ആണെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കിവിടെ പഠിക്കേണ്ടത് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ രണ്ട് ചാൻസ് ആണുള്ളത്. ഒന്നുകിൽ സിലിണ്ടർ സോളിഡ് സിലിണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സിലിണ്ടർ ഹോളോ സിലിണ്ടർ ആയിരിക്കും. നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താ, ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ സോളിഡ് സിലിണ്ടർ. ഇവിടെ നിങ്ങൾക്ക് ഒരു സോളിഡ് സിലിണ്ടർ കാണാം. ഈ സോളിഡ് സിലിണ്ടറിന്റെ ബോട്ടം സെന്ററിന് ഞാൻ O എന്ന് പേര് കൊടുത്തു, ടോപ്പ് സെന്ററിന് ഞാൻ O ഡാഷ് എന്ന് പേര് കൊടുത്തു. O ഡാഷ് ഇവർ രണ്ടുപേരെയും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഈ ആക്സിസ് പാസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഈ സിലിണ്ടറിന്റെ സെന്റർ വഴിയായിരിക്കും അല്ലേ? ഓക്കെ ആണ്. ഇതിന്റെ അപ്പർ എൻഡ്, ഈ അപ്പർ എൻഡിനെ ഞാൻ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. വിച്ച് മീൻസ് അതൊരു റിജിഡ് സപ്പോർട്ടിൽ ഞാൻ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ദ അപ്പർ എൻഡ് ഈസ് ഫിക്സ്ഡ്. സോ ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഇവിടെ നിന്ന് മൂവ് ചെയ്യത്തില്ല. ഞാൻ ഇനി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ട്വിസ്റ്റിംഗ് ടോർക്കാണ്. ട്വിസ്റ്റിംഗ് ടോർക്ക്, ട്വിസ്റ്റിംഗ് ടോർക്ക് ഏ ഡയറക്ഷനില്ല, ഈ ഡയറക്ഷനില്ല. വാട്ട് ഈസ് ട്വിസ്റ്റിംഗ് ടോർക്ക്? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഈ വെറ്റ് ആയിട്ടുള്ള തോർത്ത് അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ ടവലോ തോർത്തോ ഒക്കെ നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പിഴിയത്തില്ല, കൈവച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോപ്പിനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യത്തില്ലേ, അതാണ് ആക്ച്വലി ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ട്വിസ്റ്റ് ആയി എന്നറിയാൻ വേണ്ടി ഞാനൊരു റെഫറൻസ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവുക. എത്രമാത്രം ട്വിസ്റ്റ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു ഡ്രോ എ റെഫറൻസ് ലൈൻ. ഞാൻ ഇവിടെ വരയ്ക്കാം. ദിസ് ഈസ് ദ റെഫറൻസ് ലൈൻ. ഈ റെഫറൻസ് ലൈനിന് പേര് കൊടുത്തു ഞാൻ AB എന്ന് പേര് കൊടുത്തു. ദിസ് റെഫറൻസ് ലൈൻ ഈസ് AB. ഞാൻ ഇതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ A എന്ന് പറയുന്ന പോയിന്റ് മാറത്തില്ല. കാര്യം എന്താ, അത് ഫിക്സ്ഡാ. അപ്പൊ ഈ A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ആര് മാറാം? ഈ B എന്ന് പറയുന്ന ഇത് ഇങ്ങോട്ടേക്ക് മാറും. കാരണം ഇങ്ങോട്ടേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് മാറും അല്ലേ? അപ്പൊ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? A മാറത്തില്ല, പക്ഷേ ഈ താഴത്തെ B എന്ന് പറഞ്ഞ പോയിന്റ് മാറാം. അത് ഇങ്ങോട്ടേക്ക് മാറി, ദാറ്റ് ഈസ് B ഡാഷ് എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് മാറി. ഓക്കെ അല്ലേ? നൗ ഇതിന്റെ സെന്ററിൽ ഒരു ആംഗിൾ ഫോം ആവും. ഞാൻ ആ ആംഗിളിനെ വരയ്ക്കാം. ഞാൻ O മുതൽ B വരെയുള്ള ഇത് ഞാൻ വരച്ചു. O മുതൽ B ഡാഷ് വരെയുള്ള ഇത് വരച്ചു. വിച്ച് മീൻസ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് പേര് കൊടുത്തു. ദ നെയിം ഓഫ് ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അല്ലേ? ഇനി ഇത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നു, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ ഞാൻ ഒരു പേര് കൊടുത്തു. ഈ ആംഗിളിന്റെ പേര് ഫൈ എന്ന് പേര് കൊടുത്തു. ഫൈ, തീറ്റയും കൊടുത്തു, ഞാൻ ഫൈയും കൊടുത്തു. രണ്ട് ആംഗിളിലെ ഇവിടുത്തെ ഈ ഫൈനെ പറഞ്ഞ പേരെന്താ? ഇതിനെ ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയും, അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയും. ഇനി ഈ സിലിണ്ടറിന്റെ റേഡിയസ്, ഇത് അതിനെ പറയണമായിരുന്നു, പറയാൻ വിട്ടുപോയി. ഈ സിലിണ്ടറിന്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കും, സ്മോൾ r. ഈ സിലിണ്ടറിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കും, L ആണെന്ന് വിചാരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? നൗ ബാക്കി നിങ്ങൾ എഴുതിക്കൊള്ളുക. കൺസിഡർ എ സോളിഡ് സിലിണ്ടർ, അതെല്ലാം എഴുതിക്കൊള്ളുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സോളിഡ് സിലിണ്ടർ, അതിന്റെ ലെങ്ത് L ആണ്, റേഡിയസ് R ആണ്, അതിന്റെ അപ്പർ എൻഡ് ഫിക്സ്ഡ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? താഴെ ഒരു ട്വിസ്റ്റിംഗ് ടോർക്ക് കൊടുത്തു. ഓൺ ട്വിസ്റ്റിംഗ് ടോർക്ക് ഓൺ ദ ബോട്ടം സൈഡ്. ബോട്ടം സൈഡ് AB is a റെഫറൻസ് ലൈൻ. അത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് മാറും? അത് AB ഡാഷ് ആയിട്ട് മാറും. നമുക്ക് രണ്ട് ആംഗിൾ കിട്ടും. BOB ഡാഷ് തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, BAB ഡാഷ് ആംഗിൾ ഓഫ് ഷിയർ. ഇത്രയും ഓക്കെ അല്ലേ? ഇനി പറയാനുള്ളത്, ഈ സോളിഡ് സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം സിലിണ്ടറിക്കൽ ഷെൽ കൊണ്ടാണ് എന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് ദിസ് സോളിഡ് സിലിണ്ടർ ഈസ് മേഡ് അപ്പ് ഓഫ് സോ മെനി സിലിണ്ടറിക്കൽ ഷെൽസ്. അതായത് assume that this solid cylinder is made up of so many cylindrical shells. അങ്ങനെയുള്ള ഒരു സിലിണ്ടറിക്കൽ ഷെൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇവിടെ നമ്മളിവിടെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ധാരാളം സിലിണ്ടറിക്കൽ ഷെൽ ചേർന്നാണ് ഇപ്പൊ ഈ കാണുന്ന ഈ സോളിഡ് സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? വരയ്ക്കാൻ വേണ്ടി പോവാണ്. അതിൽ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? വരയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് അങ്ങനെയുള്ള ഒരു സിലിണ്ടറിക്കൽ ഷെല്ല്. ഈ സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ഞാൻ വരയ്ക്കുന്നു. ഈ സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് സ്മോൾ x. ഓക്കെ അല്ലേ? ഇതിന്റെ തിക്നെസ്, ഈ സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ തിക്നെസ് ഞാൻ മാർക്ക് ചെയ്യുന്നു dx. thickness of this cylindrical shell is
dx. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? Consider one such cylindrical shell. Consider one such cylindrical shell of radius small x and thickness dx. So area of the cylindrical shell എത്ര ആയിരിക്കും? നമുക്ക് റേഡിയസ് എക്സ് ഉണ്ട്, തിക്നെസ് ഡി എക്സ് ഉണ്ട്. സോ എന്തായിരിക്കും? 2πx dx ആയിരിക്കും. 2πx dx ആയിരിക്കും ഏരിയ ഓഫ് ദ സിലിണ്ടറിക്കൽ ഷെല്ല്. ഇനി ഇവിടെ ധാരാളം ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഏതായിരിക്കും? രണ്ട് തരം സ്ട്രെസ് ആണുള്ളത്. ഒന്ന് ഏതാ? ഒന്ന് നോർമൽ സ്ട്രെസ്സും പിന്നെ ഉള്ളത് ടാൻജൻഷ്യൽ സ്ട്രെസ്സും. നമുക്കിവിടെ വേണ്ടത് ദ സ്ട്രെസ് ആക്ടിങ് ഓൺ ദി സിലിണ്ടറിക്കൽ ഷെൽ എന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. സോ ടാൻജൻഷ്യൽ സ്ട്രെസ് acting on the cylindrical shell എന്തായിരിക്കും? ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് ഫോഴ്സ് എത്രയാ? ഫോഴ്സ് എഫ്, ഞാൻ അങ്ങനെ എഴുതി, എഫ് തന്നെ എടുത്തു. ഏരിയ എന്താ? 2πx dx. ഏരിയ 2πx dx. ഇനി നമുക്ക് എന്തറിയാം? ഇതിന്റെ ഷിയറിംഗ് സ്ട്രെയിൻ അറിയാം. ഷിയറിംഗ് സ്ട്രെയിൻ ഓഫ് ദ സിലിണ്ടറിക്കൽ ഷെൽ ഈക്വൽ ടു ഫൈ എന്നല്ലേ നമ്മൾ എടുത്തത്? ഫൈ ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ഫിഗറിൽ ഫൈ ആയിരുന്നു ഇവിടുത്തെ അതിന്റെ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലേ? ഫൈ. നമുക്ക് എന്തൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടാൻജൻഷ്യൽ സ്ട്രെസ് നമ്മുടെ കയ്യിലുണ്ട്, ഷിയറിംഗ് സ്ട്രെയിൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു. അതില് ആ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ കണ്ടിട്ട് വരിക. അവിടെ നമ്മൾ പഠിച്ചൊരു മോഡുലസ് ഉണ്ട്. ആ മോഡുലസ് ആയിരുന്നു മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റിയെ ഈറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. വാട്ട് ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ദ ടാൻജൻഷ്യൽ സ്ട്രെസ് divided by shearing strain. What is tangential stress? F by 2πx dx അല്ലേ? divided by what is shearing strain? It is phi. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈറ്റ is equal to force by 2πx dx divided by phi. ഇതിൽ നിന്ന് എനിക്ക് ഫോഴ്സ് കാണണമെന്ന് വിചാരിക്കും. ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ബാക്കി എല്ലാ ടേംസും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു 2π ഈറ്റ phi x dx എന്ന് കിട്ടും അല്ലെ? ബാക്കിയുള്ള എല്ലാം ഇവിടെ ഡിവൈഡ് നടക്കുന്നത്, അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. എഫ് ഇസ് ഈക്വൽ ടു 2π ഈറ്റ phi x dx എന്ന് കിട്ടും. ഇപ്പൊ ഫോഴ്സാ കിട്ടിയത്. ഞാൻ ഇനി വീണ്ടും പഴയ ഫിഗറിലേക്ക് പോവുകയാണെ. ഈ പഴയ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റും. രണ്ട് ട്രയാങ്കിൾ. ആദ്യം ഇവിടെ ഗ്രീൻ കളർ ട്രയാങ്കിൾ ഉണ്ടോ? ഞാൻ ആ ട്രയാങ്കിളിന് മാറ്റി വരയ്ക്കുക. ഗ്രീൻ കളർ ട്രയാങ്കിൾ ഞാൻ മാറ്റി വരയ്ക്കുക. അത് ഇങ്ങനെ ഇരിക്കും ആണല്ലോ. ഇത് സെൻട്രൽ ഓ ആ വരുന്നേ, ഇവിടെ ബി ആ വരുന്നേ, ഇവിടെ ബി ഡാഷ് ആ വരുന്നേ അല്ലേ? ഇപ്പൊ ട്രയാങ്കിളിനേക്കാൾ ഉപരി നമുക്ക് ഒരു ആർക്ക് എന്ന് പറയാം. ഒരു സെക്ടർ എന്ന് പറയുന്നത് സെക്ടർ. വാട്ട് ഈസ് ആർക്ക്? ആർക്കിന്റെ ഇക്വേഷൻ എന്താ? ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ് അല്ലേ? ആംഗിൾ ഇൻറ്റു റേഡിയസ്, അതല്ലേ ഇക്വേഷൻ. സോ ഞാൻ ഇവിടത്തെ എനിക്ക് ഈ ആർക്ക് കാണണം. ഇവിടുത്തെ ആർക്ക് ഏതാ? ബി ബി ഡാഷ്. സോ ഫ്രം ദിസ് ട്രയാങ്കിൾ ഓ ബി ബി ഡാഷ് വി ക്യാൻ റൈറ്റ് ബി ബി ഡാഷ് ഇസ് ഈക്വൽ ടു അവിടുത്തെ റേഡിയസ് ഈ എക്സിന് ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും?
നമ്മുടെ ഈ എക്സിന് ഈക്വൽ ആയിരിക്കും. ഈ എക്സിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് റേഡിയസ് എക്സ് ആയിരിക്കും. അവിടുത്തെ ആംഗിൾ എത്രയാ? അവിടുത്തെ ആംഗിൾ തീറ്റയാ അല്ലേ? തീറ്റ. സോ ബി ഡാഷ് അതായത് ആർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദിസ് റേഡിയസ് ഇൻറ്റു ആംഗിൾ ദാറ്റ് ഈസ് എക്സ് തീറ്റ അല്ലേ? ഇത് ഇവിടെ ഇരിക്കട്ടെ. ബി ഡാഷ് എക്സ് തീറ്റ. ഇത്ര ഓക്കെ അല്ലേ? അടുത്ത് ഈ ട്രയാങ്കിൾ നോക്കാം. ഈ ബ്ലൂ കളർ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ. എ ബി ഡാഷ് ഇതൊരു ആർക്കാണ്. ട്രയാങ്കിളിനേക്കാളും നല്ല നിങ്ങൾക്ക് അതിന് സെക്ടർ എന്ന് പറയാം. സെക്ടർ. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാ? 5 ആണ് അല്ലേ? റേഡിയസ് എൽ ആയിരിക്കും. ഈ എല്ലിന് ഈക്വൽ ആയിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിന്റെ നീളം. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് എനിക്ക് എന്താ കണ്ടുപിടിക്കാം? ബി ഡാഷ് കണ്ടുപിടിക്കാം. ബി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടുത്തെ ആംഗിൾ 5 ആണ്, ഇവിടുത്തെ റേഡിയസ് എൽ ആണ്. ദാറ്റ് ഈസ് റേഡിയസ് ഇൻറ്റു ആംഗിൾ ദാറ്റ് ഈസ് L5. നമുക്ക് എന്താ കിട്ടി? ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഫ്രം ട്രയാങ്കിൾസ് നമുക്ക് എന്ത് കിട്ടി? ബി ഡാഷിന്റെ വാല്യൂ ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് എന്ത് കിട്ടി? തീറ്റ എക്സ് എന്ന് കിട്ടി. സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്ന് ബി ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? നമുക്ക് L5 എന്ന് കിട്ടി. രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ദാറ്റ് ഈസ് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു L5 എന്ന് കിട്ടും. അതിൽ നമുക്ക് 5 കണ്ടുപിടിക്കാം. വാട്ട് ഈസ് 5 ഹിയർ? 5 ഇസ് ഈക്വൽ ടു തീറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും അല്ലേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടി. നമുക്കിനി ടോർക്ക് കാണണമെന്ന് വിചാരിക്കുക. ഐ ഹാവ് ടു ഫൈൻഡ് ദ ടോർക്ക് റിക്വയർഡ്. Torque required in twisting the cylindrical shell. The torque required in twisting the cylindrical shell. That is, ഇത് ഷെല്ലിന്റെ ടോർക്ക് ആയതുകൊണ്ട് തന്നെ ധാരാളം ഷെല്ലുകളുണ്ട്. അതിൽ ഒരു ഷെല്ലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. അതിന്റെ ടോർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? d5 എന്ന് എഴുതേണ്ടി വരും. സോറി, d ടോ എന്ന് എഴുതേണ്ടി വരും. കാര്യം എന്താ? കാരണം മെയിൻ ടോർക്ക്, ഇപ്പൊ സോളിഡ് സിലിണ്ടറിന്റെ മെയിൻ ടോർക്കാണ് നമ്മൾ എടുത്തെങ്കിൽ അത് ടോ എന്ന് എഴുതാം. കാരണം നമ്മൾ ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? യു ഹാവ് ടു ഫൈൻഡ് ദ ടോർക്ക് റിക്വയർഡ് ഇൻ ട്വിസ്റ്റിംഗ് ദ സിലിണ്ടറിക്കൽ ഷെല്ല. ധാരാളം ഷെല്ലുണ്ട്, അതിൽ ഒരു ഷെല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഡി ടോ ആയിരിക്കും. ഡി ടോ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ഫോഴ്സ് ഹിയർ? ഫോഴ്സിന്റെ വാല്യൂ എന്താ? 2 പൈ eta phi x dx into what is the perpendicular distance of cylindrical shell? ഈ cylindrical shell ന്റെ perpendicular distance ഈ x അല്ലേ? ഈ x അല്ലേ? So we can put the value x there. 2 pi eta phi x dx into x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 pi eta phi x into x square dx എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. ഡി ടോ ഈസ് ഈക്വൽ ടു, ഇവിടെ ഫൈക്ക് വാല്യൂ കൊടുക്കാം. വാട്ട് ഈസ് ഫൈ? ഫൈ എന്ന് പറഞ്ഞാൽ തീറ്റ എക്സ് ബൈ അല്ല. സോ 2 പൈ ഈറ്റ ഇൻറ്റു വാട്ട് ഈസ് ഫൈ? ഫൈക്ക് വാല്യൂ എന്ത് കൊടുത്തു? തീറ്റ എക്സ് ബൈ എൽ കൊടുത്തു ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? ഡി ടോ ഈസ് ഈക്വൽ ടു 2 പൈ ഈറ്റ. തീറ്റ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ തീറ്റ ബൈ എൽ എന്ന് ഞാൻ എഴുതി. തീറ്റ ബൈ എൽ ഇൻറ്റു എക്സ് ക്യൂബ് എന്നാവും. സോറി, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്നാവും. എക്സ് ക്യൂബ് ഡി എക്സ്. ഇതാണ് ഇതിന്റെ വാല്യൂ. ടോർക്ക് ആക്ടിങ് ഓൺ ദ സിലിണ്ടറിക്കൽ ഷെൽ. നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് ടോട്ടൽ ഈ സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ ടോർക്കാണ് വേണ്ടത് അല്ലേ? അതല്ലേ വേണ്ടത്? സോ ഈ മുഴുവൻ സോളിഡ് സിലിണ്ടറിന്റെ ടോർക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻ ഓർഡർ to calculate the torque, required to twist the solid cylinder, we integrate the torque of the cylindrical shell. നമ്മൾ ഈ കണ്ടുപിടിച്ച സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ ടോർക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും.
the torque of the cylindrical shell torque of the cylindrical shell from limit ഏത് തൊട്ട് ഏത് വരെ from x is equal to 0 മുതൽ x is equal to r വരെ. കാരണം എന്തുകൊണ്ടാ, ഈ സോളിഡ് സിലിണ്ടറിന്റെ റേഡിയസ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഈ r വരെ ഉണ്ടാവില്ലേ? ക്ലിയർ അല്ലേ? സോ ഈ d5 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ d5 എന്നുള്ളത് 5 ആവും. കാരണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ d5 5 ആവും അല്ലേ? മാത്രമല്ല ആരെയൊക്കെ കോമൺ ആക്കി എടുക്കാം? ഐ മീൻ കോമൺ മീൻസ് കോൺസ്റ്റന്റ് ആയിരിക്കാം. കോൺസ്റ്റന്റ് 2 പൈ ഈറ്റ തീറ്റ ഇതെല്ലാം എന്തായിരിക്കും? തീറ്റ പൈ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിനൊക്കെ ഞാൻ പുറത്തെടുത്തു. ഡി ടോയെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോ എന്ന് തന്നെ കിട്ടും. ടോർക്ക് മെയിൻ ടോർക്ക് തന്നെ കിട്ടും. ഇസ് ഈക്വൽ ടു ആരൊക്കെ കോൺസ്റ്റന്റ് എടുക്കാം? കോൺസ്റ്റന്റ് 2 പൈ ഈറ്റ തീറ്റ ബൈ എല്ലിന് എനിക്ക് പുറമെ എടുക്കാം. ബാക്കിയുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 മുതൽ r വരെ എക്സ് ക്യൂബ് ഡി എക്സിന് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ദാറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു 2 pi eta theta by L. What is integral x cube dx? That is x raised to 4 by 4 from 0 to r. ഇനി നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ എനിക്ക് എന്ത് കിട്ടും? ടോ ഇസ് ഈക്വൽ ടു 2 pi eta theta by L. ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം, ഇവിടെ സ്ഥലമില്ല. ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു പൈ ഈറ്റ തീറ്റ ബൈ എൽ. വാട്ട് ഈസ് എക്സ് റൈസ് ടു 4 by 4 നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആർ റൈസ് ടു 4 by 4. അടുത്തതിന് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇവിടെ 0 തന്നെ കിട്ടും. ഞാൻ ലോവർ അപ്ലൈ ചെയ്യുന്നില്ല. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. ലോവർ ലിമിറ്റ് 0 അല്ലേ, കൊടുക്കേണ്ട ആവശ്യമില്ല. ടോ ഇസ് ഈക്വൽ ടു 2 പൈ ഈറ്റ തീറ്റ ബൈ, ഞാൻ ഇവിടെ ഈ 4 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 4L എന്ന് എഴുതി കൂടെ? 4L ഇൻറ്റു ആർ റൈസ് ടു 4 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? അതിൽ നിന്നും എനിക്ക് ഈ 2ഉം താഴത്തെ 4ഉം ക്യാൻസൽ ചെയ്യാം 2 ടൈംസ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ഗെറ്റ് ടോ ഇസ് ഈക്വൽ ടു പൈ ഈറ്റ തീറ്റ ബൈ 2L എന്ന് കിട്ടും. 2L r raised to 4. ഇതാണ് എന്തോന്ന്? the torque required to twist a solid cylinder. ഒരു സോളിഡ് സിലിണ്ടർ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ടോർക്കിന്റെ വാല്യൂ ആണ് എത്ര? ടോ ഇസ് ഈക്വൽ ടു പൈ ഈറ്റ തീറ്റ r raised to 4 ഡിവൈഡ് ബൈ 2L. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ ഈ ടോയുടെ കാര്യം നോക്കാം. ടോ എന്തിനെല്ലാം പ്രൊപ്പോർഷനിലാണ്? ടോയുടെ വാല്യൂ r raised to 4 റേഡിയസിന്റെ 4th പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഇനി ടോയുടെ വാല്യൂ തീറ്റയ്ക്ക് പ്രൊപ്പോർഷനിലാണ്. അതായത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എത്രമാത്രം കൂടുമോ അത്രമാത്രം എന്തും കൂടും, ഈ പറയുന്ന ടോർക്കും കൂടും. പിന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത് കൂടിയാൽ എന്ത് കുറയും? ടോർക്ക് കുറയും. ഇത് മറന്നു പോകരുത്. ഇത്രയും ഈ റിലേഷന് മറന്നു പോകരുത്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ദ ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ സോളിഡ് സിലിണ്ടർ. റേഡിയസിന്റെ 4th പവറിന് പ്രൊപ്പോർഷനിലാണ്, തീറ്റയ്ക്ക് പ്രൊപ്പോർഷനിലാണ്, ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതേ ഇക്വേഷനിൽ ഞാൻ ഒറ്റ കാര്യം ചെയ്യട്ടെ. വൺ മോർ തിങ്. നമുക്കിപ്പോൾ എന്ത് ഇക്വേഷനാണ് കിട്ടിയത്? നമുക്കിപ്പോൾ എന്ത് കിട്ടി? ടോ ഇസ് ഈക്വൽ ടു പൈ ഈറ്റ തീറ്റ ഡിവൈഡഡ് ബൈ 2L ഇൻറ്റു ആർ റൈസ് 4 എന്നല്ലേ കിട്ടിയേ? ഞാൻ ഈ തീറ്റ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈ തീറ്റ ഈ മൾട്ടിപ്ലൈഡ് തീറ്റ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോർക്ക് ബൈ തീറ്റ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ബാക്കി എനിക്ക് എന്ത് കിട്ടും? ബാക്കി ഇവിടെ റിമൈനിങ് ആരൊക്കെ വരും? പൈ വരും, ഈറ്റ വരും, ആർ റൈസ് ടു 4 വരും, ഡിവൈഡ് ബൈ 2L വരും. ഈ ടോ ബൈ തീറ്റയെ പറയുന്ന ഒരു പേരുണ്ട്. വാട്ട് ഈസ് ടോ? ദിസ് മീൻസ് ദാറ്റ് ദ ടോർക്ക് റിക്വയർഡ് per unit angular twist per
unit angular twist. Per unit angular twist, and it is called അല്ലേ ടോ ബൈ തീറ്റ എന്നല്ലേ? ഈ തീറ്റ മീൻസ് ആംഗുലാർ ട്വിസ്റ്റ് അല്ലേ? ടോർക്ക് പെർ യൂണിറ്റ് ആംഗുലാർ ട്വിസ്റ്റിനെ പറയുന്നൊരു പേരുണ്ട്, അതിനെയാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയും. ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത്രയാണുള്ളത് നമുക്ക് എന്തിനെ പറ്റി പഠിക്കേണ്ടത്? ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ സോളിഡ് സിലിണ്ടർ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഹോളോ സിലിണ്ടർ ചെയ്യാനും സെയിം പ്രിൻസിപ്പിൾ തന്നെ. നമ്മൾ എല്ലാ സ്റ്റെപ്പും വീണ്ടും വീണ്ടും എഴുതുന്നില്ല, സെയിം സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷെ അവിടുത്തെ 2 റേഡിയസ് മാത്രം വരും, അത് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയ്ക്കുമാണ് സോളിഡ് സിലിണ്ടറിന്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അടുത്ത ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും? നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത്? 2 റേഡിയസ് വരും, ഒരു ഇന്നർ റേഡിയസും ഒരു ഔട്ടർ റേഡിയസും വരും അല്ലേ? ഇതിന്റെ ഇന്നർ റേഡിയസ് ഒരു റേഡിയസ് കാണും. അപ്പൊ ഇന്നർ റേഡിയസ് ഞാൻ R2 എന്ന് വിളിച്ചു. ഒരു ഔട്ടർ റേഡിയസ് കാണും, ഞാൻ R1 എന്ന് വിളിച്ചു അല്ലേ? 2 റേഡിയസ് ആണ്, ബാക്കിയെല്ലാം സെയിം തന്നെയാ. സോ നമുക്ക് എന്താ എഴുതാം? let R2 and R1 are the inner and outer radius, radii of the hollow cylinder. അല്ലേ? ഇവിടെ നമുക്ക് എന്തിനാ പറയാം? ഇവിടെയും നേരത്തെ കിട്ടിയ നമ്മൾ അതെല്ലാം ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തിനാ കിട്ടും? ഡീറ്റോയുടെ വാല്യൂ എന്തിനാ കിട്ടും? ഡീറ്റോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കിട്ടും. ഡീറ്റോ is equal to 2π eta theta by L x cube dx എന്ന് തന്നെ കിട്ടും. അത് അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ചോദിക്കുക, ഇപ്പം ഒറ്റയ്ക്കാണ് ചോദിക്കുന്നതെങ്കിൽ ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ ഹോളോ സിലിണ്ടർ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തത് തന്നെ സെയിം കാര്യം. അവിടെ എന്ത് വരയ്ക്കേണ്ടിയിരിക്കുന്നു? ഹോളോ സിലിണ്ടർ വരയ്ക്കുക, അതേ സ്റ്റെപ്സ് എഴുതുക. ഇതുണ്ടാക്കിയിരിക്കുന്നത് ധാരാളം സിലിണ്ടറിക്കൽ ഷെല്ലാണെന്ന് അസ്യൂം ചെയ്യുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡി ടോയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതുവരെ സെയിം തന്നെയാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സോ വീണ്ടും ഞാൻ എഴുതുന്നു. ഡി ടോ is equal to 2π eta theta by L x cube dx. ഇവിടെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും? ഇതിപ്പോ എന്തിന്റെയാ? ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ ഷെൽ, ധാരാളം സിലിണ്ടറിക്കൽ ഷെൽ ചേർന്നാണ് ഈ ഹോളോ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സിലിണ്ടറിക്കൽ ഷെൽ, ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ ടോർക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് എന്താണ് വേണ്ടത്? എനിക്കിനി മുഴുവൻ ഹോളോ സിലിണ്ടറിന്റെ എന്തെനിക്ക് വേണം? ടോർക്കാണ് വേണ്ടത്. which means we have to integrate the above expression from R2 to R1 അല്ലേ? ഈ ഇന്നർ റേഡിയസ് തൊട്ട് ഔട്ടർ റേഡിയസ് വരെ എന്ത് ചെയ്യണം? ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ടോ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോ എന്നാവും. ഇന്റഗ്രേറ്റിംഗ് ഫ്രം R2 to R1. എന്തിനാ? 2π eta theta by L x cube dx. ആരൊക്കെ കോമൺ ആക്കി എടുക്കാം? കോമൺ അല്ല, കോൺസ്റ്റന്റ് ആരൊക്കെ പുറത്ത് വരും? 2π വരും, eta theta വരും, by L കോമൺ ആയി വരും. അകത്ത് എന്ത് വരും? സോറി, സ്ക്വയർ ബ്രാക്കറ്റുകളല്ലോ. ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. that is integral from R2 to R1 x cube dx. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോ is equal to കോൺസ്റ്റന്റ് പുറത്തുണ്ടായിരുന്നു 2π eta theta by L. that is x raised to 4/4 എന്ന് വരും. x raised to 4/4 ലോവർ ലിമിറ്റ് R2 to R1 അല്ലേ? അപ്പൊ എനിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
tau is equal to 2 pi eta theta by L r1 raised to 4 minus r2 raised to 4 by 4 എന്ന് കിട്ടും അല്ലേ. ആ 4 ഇവിടെ എഴുതി ഞാൻ. ഈ ബൈ 4 ഇവിടെ കിട്ടും. കാരണം അല്ലേ അപ്പർ ലിമിറ്റ് അപ്ലൈ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഇസ് ആർ എക്സ് എന്ന് കൊടുക്കണം, ആറിന് കൊടുക്കണം, ദാറ്റ് ഇസ് r1 raised to 4 മൈനസ് ലോവർ ലിമിറ്റ് r2 കൊടുത്തു, r2 raised to 4 ഡിവൈഡ് ബൈ 4 വരും. ഈ 4 ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടുത്തെ 2 ഈ 4 വെട്ടിപ്പോവും, 2 ടൈംസ് പോവും. അപ്പോൾ ഇനി ഫൈനലി എന്ത് കിട്ടും? tau is equal to pi eta theta by 2L r1 raised to 4 minus r2 raised to 4. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? The torque required on twisting a hollow cylinder. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് that the hollow cylinder is more stronger than solid cylinder. അതായത് ഈ സോളിഡ് സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സിനേക്കാൾ ടോർക്കിനേക്കാൾ കൂടുതൽ ആർക്ക് വേണ്ടി വരും? ഹോളോ സിലിണ്ടറിന് വേണ്ടി വരും. അതായത് ഹോളോ സിലിണ്ടർ ആണ് സ്ട്രോങ് ആരെക്കാളും? സോളിഡ് സിലിണ്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹോളോ സിലിണ്ടർ ഈസ് മോർ സ്ട്രോങ്ങർ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തറിയാം? വി നോ ദ ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോർക്ക് എത്ര നമുക്കറിയാം? പൈ ഈറ്റ തീറ്റ by 2L into r1 raised to 4 minus r2 raised to 4. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് എനിക്ക് പറയാം ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ. ടോർക്ക് ഓൺ ട്വിസ്റ്റിംഗ് എ സോളിഡ് സിലിണ്ടർ നമുക്ക് എന്ന് പറയാം? പൈ ഈറ്റ തീറ്റ by 2L into r raised to 4 അല്ലേ. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോയി. ഐ എം ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് ഇക്വേഷൻ നമ്പർ 2. 1/2 എനിക്ക് എന്ത് കിട്ടും? ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഡിവൈഡഡ് ബൈ ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും എനിക്ക്? r1 raised to 4 മൈനസ് r2 raised to 4 ഡിവൈഡഡ് ബൈ r raised to 4 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇത്ര ഈസി അല്ലേ? എനിക്കിത് എങ്ങനെ എഴുതാം? ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഡിവൈഡ് ബൈ ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ. വാട്ട് ഈസ് a raised to 4 minus b raised to 4? We can write like this: r1 square plus r2 square the whole square. ഹോൾ സ്ക്വയർ വേണ്ട, കറക്റ്റ് അല്ലേ? ഇതല്ലേ കറക്റ്റ്? r2 square plus r1 square into r1 square minus r2 square divided by ഈ r raised to 4 അതുപോലെ എഴുതി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ? നമുക്കറിയാം a square minus b square എന്ന് പറഞ്ഞാൽ എന്താ? a plus b into a minus b ആണോ അല്ലേ? സോ a raised to 4 minus b raised to 4 ആകുമ്പോഴോ a square plus b square into a square minus b square. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര ഈസി അല്ലേ? ഇനി ഒരു കാര്യമുള്ളത്, നമുക്കിവിടെ ഈ ഒരു സോളിഡ് സിലിണ്ടറും ഉണ്ട്, ഒരു ഹോളോ സിലിണ്ടറും ഉണ്ട്. രണ്ടിനും കമ്പയർ ചെയ്യണം. രണ്ടുപേരിൽ ആരാണ് സ്ട്രോങ്ങർ എന്നാ കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ എടുത്താലല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വീക്ക് മെറ്റീരിയലിന്റെ സോളിഡ് സിലിണ്ടർ എടുത്തു, ഒരു സ്ട്രോങ് മെറ്റീരിയലിന്റെ ഹോളോ സിലിണ്ടർ എടുത്താലോ അവിടെ കമ്പാരിസന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഡയറക്റ്റ്ലി പറയാം. കാരണം വീക്ക് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് വീക്ക് മെറ്റീരിയൽ വീക്ക് ആയിരിക്കും, സ്ട്രോങ് മെറ്റീരിയൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് മെറ്റീരിയലും സെയിം ആയിരിക്കണം. ഇവിടെ എടുത്തിരിക്കുന്ന സോളിഡ് സിലിണ്ടർ ആണെങ്കിലും അതിന് സെയിം ആയിരിക്കണം, സെയിം മാസ് പെർ യൂണിറ്റ് ഏരിയ ആയിരിക്കണം, സെയിം ഡെൻസിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ എന്തിന്റെയും സെയിം ആയിരിക്കണം? ഹോളോ സിലിണ്ടറിന്റെയും അല്ലേ? രണ്ടുപേരെയും തുല്യം ഒരേപോലുള്ള രണ്ടുപേരെ എടുത്തിട്ടല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരാണ് സ്ട്രോങ് എന്ന് അല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ സോളിഡ് സിലിണ്ടർ ഇതാണെന്ന് വിചാരിക്കും.
ഈ സോളിഡ് സിലിണ്ടർ ഒരു സ്ട്രോങ് മെറ്റീരിയലിൻ്റെ ആയിരുന്നു. ഇറ്റ് ഈസ് സ്ട്രോങ്. ഞാൻ എടുത്തിരിക്കുന്ന ഹോളോ സിലിണ്ടർ വീക്ക് ആണെന്ന് വിചാരിച്ചോ? രണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പറഞ്ഞൂടെ സോളിഡ് സിലിണ്ടർ ഈസ് മോർ സ്ട്രോങ്ങർ. പക്ഷെ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെയാണോ? അല്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് മെറ്റീരിയലും സെയിമാ. സോളിഡ് സിലിണ്ടർ ആണെങ്കിലും സെയിം എല്ലാ ഒരേ ഡയമെൻഷൻ ഉള്ള അതുപോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ എന്തും ഹോളോ സിലിണ്ടർ. സോ ഇവിടുത്തെ രണ്ടുപേരുടെയും മാസ് പെർ യൂണിറ്റ് ഏരിയ സെയിം ആയിരിക്കണ്ടേ? ദാറ്റ് ഈസ് ഹിയർ the taken solid and hollow cylinders are of same qualities. So mass per unit area will be same. Is same. What is mass per unit area? Mass per unit area എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാം അപ്പോൾ? ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ആരുടെ? ഓഫ് സോളിഡ് സിലിണ്ടർ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഹോളോ സിലിണ്ടർ അല്ലേ? സോ വാട്ട് ഇസ് ഏരിയ ആൻഡ് ഡെൻസിറ്റി ഓഫ് സോളിഡ് സിലിണ്ടർ? പൈ ഇൻറ്റു പൈ ആർ സ്ക്വയർ ആയിരിക്കുമല്ലോ. പൈ ആർ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ഹോളോ സിലിണ്ടർ ആകുമ്പോൾ എന്തായിരിക്കും? പൈ ഇൻറ്റു അവിടെ രണ്ട് റേഡിയസ് എടുത്തില്ലേ? രണ്ട് റേഡിയസ് ഇല്ലേ? ദാറ്റ് ഈസ് പൈ R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി റോ തന്നെ ആയിരിക്കും. പൈ പൈ വെട്ടിക്കളയാം, റോ റോ വെട്ടിക്കളയാം. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ എന്ന് കിട്ടി. കിട്ടിയല്ലോ. സോ നമുക്ക് എന്ത് വാല്യൂ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഡിവൈഡ് ബൈ ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R⁴ എന്നായിരുന്നു. ആണല്ലോ. ഇപ്പം നമുക്ക് എന്ത് വാല്യൂ കിട്ടി? നമുക്ക് കിട്ടി R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയർ എന്ന് കിട്ടി. R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയർ എന്ന് കിട്ടി. സോ ഈ R2 ഇവിടെ ഞാൻ ചെറിയൊരു അബദ്ധം കാണിച്ചു, ചെറിയൊരു തെറ്റ് കാണിച്ചു. നമ്മളിവിടുത്തെ ഈ ഔട്ടർ റേഡിയസ് ആണ് R1 അല്ലേ? സോ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്ന് എഴുതേണ്ടിയിരുന്നത്. ഞാൻ തിരിച്ചെഴുതിയത് നമ്മളെടുത്ത് അങ്ങനെയല്ലേ? നമ്മളുടെ ഔട്ടർ റേഡിയസ് ആയിരുന്നു, വലിയ റേഡിയസ് ആയിരുന്നു R1, ചെറിയ റേഡിയസ് R2 അല്ലേ? അങ്ങനെയല്ലേ എടുത്തത്. സോ നമുക്കിവിടെ എന്താ കിട്ടേണ്ടേ? എൻ്റെ തെറ്റ് മനസ്സിലായോ? നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയായിരുന്നു? എൻ്റെ വലിയ റേഡിയസ് R1ഉം ചെറുത് R2 ആയിരുന്നില്ലേ? ഇപ്പം കറക്റ്റായി. സോ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിൻ്റെ വാല്യൂ R സ്ക്വയർ അല്ലേ? സോ ടോ എച്ച് ബൈ ടോ എസ് ഇസ് ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഇൻറ്റു ഈ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? R സ്ക്വയർ കൊടുക്കാം. കൊടുത്തൂടെ? ഡിവൈഡ് ബൈ R⁴ കൊടുക്കാമല്ലോ. കൊടുത്തു. ഇവിടുത്തെ R സ്ക്വയറും ഈ R⁴ ഒരു R സ്ക്വയറും ക്യാൻസൽ ആയി പോവും. ബാക്കി റിമൈനിങ് R സ്ക്വയർ എന്ന് വരും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഡിവൈഡഡ് ബൈ ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? നമുക്ക് എന്താണ് നേരത്തെ കിട്ടിയത്? നമുക്ക് നേരത്തെ കിട്ടിയത് R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും കിട്ടി? നമുക്ക് R സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടിയില്ലേ? R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയറിന് ഈക്വൽ ആയിരിക്കുമെങ്കിൽ നോക്കണേ, R1 സ്ക്വയറിനെയും R2 സ്ക്വയറിനെയും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ R സ്ക്വയറിന് ഈക്വലാ എങ്കിൽ നമുക്ക് എന്ത് പറയാം? R1 സ്ക്വയറിനെയും R2 സ്ക്വയറിനെയും ആഡ് ചെയ്യുന്ന വാല്യൂ ഈ R സ്ക്വയറിനേക്കാളും കൂടുതലായിരിക്കത്തില്ലേ? ഇല്ലേ? ഈ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. R1 സ്ക്വയറിന്റെയും R2 സ്ക്വയറിന്റെയും ഡിഫറൻസ് എടുത്തപ്പോൾ
അതായത് രണ്ട് നമ്പറിനെ ഈ R1ന്റെ ഒരു വാല്യൂവിനെയും R2ന്റെ വാല്യൂവിന്റെയും സ്ക്വയറിന്റെ ഡിഫറൻസ് എടുത്തപ്പം അത് R സ്ക്വയറിന് ഈക്വൽ ആയി. ഡിഫറൻസ് എടുത്തപ്പോഴേ അത് R സ്ക്വയറിന് ഈക്വൽ ആയെങ്കിൽ ഇവിടെ സം എന്തായിരിക്കും? R സ്ക്വയറിനെക്കാളും വലുതായിരിക്കും അല്ലേ? സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി R1ന്റെ വാല്യൂ 4, ദാറ്റ് ഈസ് 4 സ്ക്വയർ മൈനസ് R2ന്റെ വാല്യൂ 2 സ്ക്വയർ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 സ്ക്വയർ 16 എന്ന് കിട്ടി, മൈനസ് 2 സ്ക്വയർ 4 എന്ന് കിട്ടി, 12 എന്ന് കിട്ടി. ഇതാണ് R സ്ക്വയറിന്റെ വാല്യൂ ആണല്ലോ. എങ്കിൽ ഞാൻ ഇതിന്റെ ആഡ് ചെയ്യുമ്പോൾ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയറിന്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതാണ് ഇപ്പോൾ ഈ 12 ആണ് R സ്ക്വയർ എന്ന് വിചാരിച്ചോ, 12 ആണ് R സ്ക്വയർ എന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുമ്പോഴോ 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആഡ് ചെയ്യുമ്പോഴോ 4 സ്ക്വയർ 16 പ്ലസ് 2 സ്ക്വയർ 4. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 20 കിട്ടും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. ക്ലിയർ ആയോ? R1 സ്ക്വയർ ഒന്നുകൂടെ പറയാം, R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ ഈ R1 സ്ക്വയറിനെ R2 സ്ക്വയറിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ R സ്ക്വയറിനെക്കാളും കൂടുതലായിരിക്കും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ R1 സ്ക്വയർ ബൈ R2 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയറിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതായത് ഈ ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ലാർജറും ന്യൂമറേറ്റർ ലാർജറും അല്ലേ? R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയറിന്റെ വാല്യൂ R സ്ക്വയറിനെക്കാളും ലാർജർ എന്നാ പറയുന്നത്. വിച്ച് മീൻസ് ഈ ന്യൂമറേറ്റർ ലാർജറും ഡിനോമിനേറ്റർ സ്മോളറും അല്ലേ? അങ്ങനത്തെ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താ? അത് ലാർജ് ആയിരിക്കും. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? വലുതായിരിക്കും. ദാറ്റ് ഈസ് വി ക്യാൻ സേ ഈ ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ബൈ ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടറിന്റെ വാല്യൂ എന്തിനേക്കാളും കൂടുതലായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈ ഡിവൈഡ് ബൈ ടോയസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ. കഴിഞ്ഞു. ഇതും ഒരു നല്ല മാർക്കിൽ ചോദിക്കാവുന്ന ഒരു പ്രൂഫാണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ടോർക്ക് ഓഫ് ഹോളോ സിലിണ്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ടോർക്ക് ഓഫ് സോളിഡ് സിലിണ്ടർ. അതായത് ഒരു ഹോളോ സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടോർക്ക് എന്തിനേക്കാളും കൂടുതലായിരിക്കും? ഒരു സോളിഡ് സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടോർക്കിനേക്കാളും കൂടുതലായിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ഈസി അല്ലേ? പക്കയല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്.